മുനിസിപ്പാലിറ്റി ആക്ടിൽ ഇവിടെ അവധി എന്ന് പറഞ്ഞൊരു സാങ്കത്യമില്ല. അപ്പോൾ ഇല്ലാത്തൊരു സാധനത്തിന് പേരിൽ എങ്ങനെയാണ് വോട്ടിടാൻ പോകുന്നത്? അവധി എന്നുള്ള സാധനം ആക്ടിൽ ഇല്ലാത്തപ്പോൾ അവരെങ്ങനെയാണ് വോട്ടിടുന്നത്? പക്ഷേ അപേക്ഷ നൽകുന്നതിന് ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തിന് അനുമതി കൊടുത്തതിൻ്റെ സർക്കുലർ. ഒരാൾ അപേക്ഷ കൊടുക്കുന്നതിന് ഏത് വകുപ്പായാലും ഒരാളുടെ റൈറ്റ് അല്ലേ? ഇപ്പം ഞാൻ പറയാമോ, ജയിലിൽ കിടക്കുന്ന ആൾക്കും അവകാശങ്ങളുണ്ട്. അപ്പം ഇവർ പറയുന്ന ഘട്ടത്തിൽ തോന്നുന്നു ആഭ്യന്തര വകുപ്പ് പുള്ളിയുടെ ലീവ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ്. ലീവ് കൊടുക്കാനുള്ള അപേക്ഷ കൊടുക്കാം, അത് ആർക്കുമുള്ള റൈറ്റ് അല്ലേ? ജയിലിലുള്ള ആൾക്ക് റൈറ്റ് ഇല്ലേ? ആ ഒരു പേപ്പർ മുക്കി പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മേയർ അനുമതി കിട്ടുന്നത്. അത് ഇവർക്കൊന്നും നിയമവശങ്ങളൊന്നും ഇല്ല. ഞാൻ ചാലഞ്ച് ചെയ്യുകയാണ്, കേരള മുനിസിപ്പാലിറ്റി ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ് ഇന്ന് ഈ വോട്ടെടുപ്പിനോട് കൂടി തന്നെ ഒരാൾക്ക് അവധി കൊടുത്തത്? ഇവർക്ക് പലതും പല നിയമമാണ്. പാലക്കാട് മുനിസിപ്പാലിറ്റി UDFൻ്റെ കൗൺസിലറിനെ അദ്ദേഹം പ്രതിപക്ഷമായതുകൊണ്ട് ശബ്ദ വോട്ടോടു കൂടി അവർ പുറത്താക്കി. ഇതാണ് BJP ഭരിക്കുന്ന 2 മുനിസിപ്പാലിറ്റിയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ. അവിടെ UDF കൗൺസിലർ പ്രതിപക്ഷമായതുകൊണ്ട് വിഷയം എന്തോ ആവട്ടെ, അവിടെ ലീവ് ആപ്ലിക്കേഷൻ വന്നപ്പോൾ അവർ ശബ്ദ വോട്ടോടെ പുറത്താക്കി. ഇവിടെ ശബ്ദ വോട്ടോടെ അകത്താക്കി. ഇവരുടെ വീട്ടുകാരുടെ വകയല്ല ഭരണഘടന. BJPക്കാർക്ക് ഇപ്പോൾ ഡൽഹിയിലൊക്കെ സമരം കണ്ടല്ലോ, നിയമമുണ്ട് ഈ നാട്ടിൽ. പൗണ്ടോടെ സ്വതന്ത്രൻ സുധീഷും അനുകൂലിച്ച് വോട്ട് ചെയ്തിരിക്കുകയാണ്. അതെ, സുധീഷ് സ്വതന്ത്രനാണല്ലോ, UDF അല്ലല്ലോ. സുധീഷ് UDFൻ്റെ സ്ഥാനാർത്ഥിയുണ്ട്. UDF വിവേചനമല്ലോ. സുധീഷ് BJPയുടെ കൂടെ വോട്ട് ചെയ്തു. UDFൻ്റെ ഭാഗമല്ലല്ലോ. നമ്മൾ 20 പേരും സുധീഷ് ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇത് ഈ മേയറൊക്കെ ഞാൻ പറഞ്ഞില്ല. ഞാൻ ചാലഞ്ച് ചെയ്യുകയാണ്, ഞാൻ എന്നെ കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളോട് പറയുകയാണ്, ഞാൻ ചാലഞ്ച് ചെയ്യുകയാണ്, കേരള മുനിസിപ്പാലിറ്റി ആക്ടിൻ്റെ ഏത് വകുപ്പ് പ്രകാരമാണ് ഇവിടെ ഈ പറഞ്ഞ സുഗതൻ എന്ന് പറഞ്ഞ കൗൺസിലറിന് അവധി കൊടുത്തിരിക്കുന്നത്? ഇനി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഇല്ലാത്ത റൈറ്റ് ഉപയോഗിച്ച് അവധി കൊടുത്ത് നമ്മൾ നിയമത്തിന് പോകും. നമ്മൾ സെക്രട്ടറി എടുത്ത് പോകുന്നു, ഇലക്ഷൻ കമ്മീഷൻ എടുത്ത് പോകുന്നു. നിയമപ്രകാരം 3 കൗൺസിലർ ശ്രീ സുഗതൻ വന്നിട്ടില്ല, അദ്ദേഹത്തിന് അംഗത്വം റദ്ദാക്കണം. ഇത് പറഞ്ഞുകൊണ്ട് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനടുത്ത് സംസ്ഥാന സർക്കാരിനോടും സെക്രട്ടറിയോടും പോകാൻ പോവുകയാണ്. എന്തായാലും ഒരു കാര്യം പറയാം, ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നിയമമാണ്. അല്ലാതെ എണ്ണത്തിൻ്റെ അഹങ്കാരം കാണിച്ച് ഡൽഹി നടന്നുണ്ടല്ലോ, കൊച്ചുകുട്ടികളും UDFും കോൺഗ്രസും ഒക്കെ ഒരുമിച്ച് നിന്നാണ് ഒരു മന്ത്രിയെ രാജിവെപ്പിച്ചത്. ഇതുപോലെ അഹങ്കാരം കാണിക്കാമെന്ന് ഇവിടെ BJP വിചാരിക്കേണ്ട. ഇവിടെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളും വ്യവസ്ഥകളനുസരിച്ച് ഒത്തിരി ആൾക്കാർ വെല്ലുവിളിച്ചല്ലോ, എന്നെ സോഷ്യൽ മീഡിയ അറ്റാക്ക് ചെയ്യാറുണ്ടല്ലോ. ഇപ്പോഴും സുഗതൻ 6 മാസം കൂടെ കാപ്പ കേസ് കിടക്കാൻ പോവാണ്. കാലുകുത്തെന്ന് പറഞ്ഞാൽ ഇപ്പോഴും കിടക്കുകയാണ്. കാലുകുത്താതെ വിയ്യൂർ ജയിലിൽ കിടന്ന് കൗൺസിലിൽ പോകാനുള്ള അനുമതിയാണ് BJPക്കാർ വാങ്ങിച്ചേക്കുന്നത്. ഇല്ലാത്ത അധികാരം ഒരിക്കലും ഉപയോഗിക്കാൻ കഴിയുകയില്ല. ശക്തമായിട്ട് ഈ വിഷയത്തിൽ നിയമപരമായിട്ട് UDF മുന്നോട്ട് പോകും. ബഹുമാനപ്പെട്ട മേയറോട് നിങ്ങൾ ഇതിനു ശേഷം പോയി ചോദിച്ചാൽ മതി. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഞാൻ എൻ്റെ ഐപാഡിലുണ്ട്, അല്ലെങ്കിൽ ഞാൻ ആക്ടിൻ്റെ ബുക്ക് തരാം. ഈ ആക്ടിൽ കാണിച്ചിട്ട് ഈ ആക്ടിൽ എവിടെയാണ് അവധിക്ക് വോട്ടും എന്നുള്ള സാങ്കത്യം ഉണ്ടെന്ന് പറയാം. നിയമമല്ലേ, മേയർ നിയമമല്ലേ പാലിക്കേണ്ടത്? ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ, ഈ നിയമത്തിൽ എവിടെയാണ്? പിന്നെ നിയമത്തിൽ എവിടെയാണ് ഇതുള്ളത്? ഇല്ലാത്ത നിയമമാണ്. എന്തായാലും നടക്കട്ടെ. വേറൊരു കാര്യം ഇവിടെ